നമ്മൾ ഇപ്പോഴുള്ളത് KHM UP സ്കൂളാണ്. ഒരു വിദ്യാലയ മുത്തശ്ശിയാണ്. 85 വർഷം പഴക്കമുള്ള ഈ വിദ്യാലയ മുത്തശ്ശി. ഇതിന് വലിയ സന്തോഷമുള്ള ദിവസമാണ്. കാരണം DYFയുടെ നേതൃത്വത്തിലാണ്, കേരളത്തിൻ്റെ യുവത്വത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത് പെയിൻ്റ് അടിക്കുക എന്ന് മാത്രമല്ല, ഇതിൻ്റെ കേടുപാട്ട് പറ്റിയ ഭാഗങ്ങളൊക്കെ സിമെൻ്റൊക്കെ ഇട്ട് ശരിയാക്കി കൊടുത്ത് അതിൻ്റെ സമർപ്പണ ചടങ്ങാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഈ കുരുന്നുകളുടെയൊക്കെ മുകളിൽ വലിയ സന്തോഷം. മോനെ, നിങ്ങളുടെ സ്കൂള് ശരിയാക്കി എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം കൊള്ളാം, നല്ലതായിരുന്നു. നല്ലതായി. നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ലായിരുന്നു, ഇപ്പൊ പെയിന്റ് ഒക്കെ അടിച്ചു തന്നു. അടിച്ചു. അടിപൊളി. മൊത്തത്തിലുള്ള പഠിക്കുന്നത് 7. അപ്പോൾ 2 വർഷം മുമ്പ് വന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു അല്ലേ? നമുക്ക് എന്താ പറയാനുള്ളത്? പെയിന്റ് അടിച്ച് നല്ല വൃത്തിയാക്കി കാണാൻ ഇപ്പം നല്ല ഭംഗിയാണ്. സ്കൂളിൽ വരാൻ ഇപ്പോൾ ഒരു ഇഷ്ടം തോന്നുന്നു. അതാണ് വള്ളംകുളം മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ എന്ത് അവരാണ് പെയിന്റ് അടിച്ചത് മേഖല അല്ലേ? കേട്ടോ, കുട്ടികൾ മേഖലാ സെക്രട്ടറി അല്ലേ പറയുന്നത് കേട്ടോ. നിങ്ങൾ കാരണം ഇപ്പോൾ കുട്ടികൾക്ക് എങ്ങനെയായിരുന്നു ഇതിലേക്ക് വന്നത്? ഈ സ്കൂളിൻ്റെ പ്രഥമ അധ്യാപികയായ റീന ടീച്ചർ ഇതുപോലെ പുത്തങ്കാമല യൂണിറ്റ് സെക്രട്ടറിയായ രാജേഷുമായിട്ട് ബന്ധപ്പെട്ടു സ്കൂളൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കാമെന്നുള്ള ആവശ്യമായി വന്നു. അപ്പോൾ രാജേഷ് ഞങ്ങളുടെ മേഖലാ കമ്മിറ്റിയും ബ്ലോക്ക് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന്, ആ സമയത്ത് ശക്തമായ മഴയായിരുന്നു, പ്രതികൂല കാലാവസ്ഥയായിരുന്നു നമുക്ക്. എന്നാലും മഴ തോർന്ന ഒരു ദിവസം നമ്മൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പെയിൻ്റ് അടിക്കുകയും പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന കുറച്ച് ഭാഗങ്ങൾ സിമെൻറ്റ് ഇട്ടെല്ലാം വൃത്തിയാക്കി ഒരു ദിവസം കൊണ്ട് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി കൊടുക്കുകയും അതിൻ്റെ കൂടെ പ്രവേശനോത്സവത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത് നല്ല ഭംഗിയായി ഒരു ദിവസം കൊണ്ട് മൊത്തം ചെയ്തു കൊടുത്തു. ഈ പണമൊക്കെ എങ്ങനെ കണ്ടെത്തി? പണം ഞങ്ങൾ എല്ലാവരും കൂടെ യൂണിറ്റിലുള്ള കുറച്ച് ഭാരവാഹികളും കുറച്ച് നമ്മുടെ DYFയിൽ നിന്ന് പുറത്തു പോയ കുറച്ച് സഹാക്കളുടെ നിന്നും എല്ലാവരുടെയും നിന്നും കണ്ടെത്തി ആണ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. എൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് എന്ത് ഇവിടെ പ്രസിഡന്റിലൂടെ മേഖലാ പ്രസിഡന്റിലൂടെ അടിപൊളിയാക്കി പിള്ളേരോട് പറഞ്ഞു കേട്ടല്ലോ. സമൂഹത്തിന് നല്ലൊരു മാതൃകയാവുന്ന പ്രവർത്തനമാണ് ഇന്നിവിടെ DYFI കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ റീന ടീച്ചർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. നല്ലൊരു കാര്യം തന്നെയാണ്. DYFയുടെ ഭാരവാഹികൾ പറഞ്ഞപ്പോൾ നമുക്ക് സ്കൂളിലെ HMനോട് ഹെഡ് മിസ്റ്ററിനോട് സംസാരിക്കാം. മാഡം, ടീച്ചറെ വലിയ സന്തോഷമുള്ള കുട്ടികൾ പറഞ്ഞു കേട്ടോ ഇപ്പോൾ സ്കൂളിലേക്ക് വരാൻ വലിയ താല്പര്യമുണ്ട്. DYFയുടെ ഈ പ്രവർത്തനത്തെ പറ്റി എന്താണ് പറയുക? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ സ്കൂളിൻ്റെ പുതിയ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ പിന്നെ ഈ സ്കൂൾ എങ്ങനെയാണ് ഒരു പെയിൻ്റ് അടിക്കുന്നത്, കാരണം ഞങ്ങൾ കുറച്ച് അധ്യാപകരുടെ കയ്യിൽ നിന്ന് മാത്രം പണം എടുത്താണ് സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഒന്ന് പെയിൻ്റ് അടിക്കുമെന്ന് വളരെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഞാൻ നമ്മുടെ നന്നൂർ ഡിവിഷനിലെ കോയിപ്രം പഞ്ചായത്ത് മെമ്പർ രാജീവ് NSനോടും രാജേഷിനോടും പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് കാര്യങ്ങൾ നേരത്തെ മുതൽ ആവശ്യപ്പെട്ടാലും സഹാക്കൾ എനിക്കത് ഏറ്റെടുത്ത് തരുന്ന ഒരു നേരത്തെ മുതൽ അങ്ങനെ ചെയ്തു തന്നു വരികയാണ്. അപ്പോൾ ഇത് വളരെയധികം സന്തോഷമുണ്ട്. ഇത് കൂടുതൽ പ്രവർത്തനങ്ങൾ അവർക്ക് ചെയ്യാൻ വേണ്ടി ജഗദീശ്വരൻ അവർക്ക് കൈകൾക്ക് കരുത്ത് പകരട്ടെ എന്ന് ആശംസിക്കുന്നു. തൊട്ടടുത്ത് ടീച്ചറിന് എന്തോ പറയണ പോലെ ടീച്ചറെ സന്തോഷമാണോ? വളരെ സന്തോഷമുണ്ട്. അതെ, ഇപ്പം നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു പൂ മാത്രമേ ഞങ്ങൾ ചോദിച്ചുള്ളൂ, പക്ഷേ ഞങ്ങൾക്കൊരു വലിയ വസന്തമാണ് ഞങ്ങൾക്ക് ഒരുക്കി തന്നെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾ അധ്യാപകർക്കും വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന്. ടീച്ചർ പറഞ്ഞു ജസ്റ്റ് വൃത്തിയാക്കും പെയിൻ്റ് അടിക്കുമെന്നേ കണ്ടുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എത്ര മനോഹരമായ ഒരു പൂന്തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ്. അവരുടെ യൂത്ത് ബ്രിഗേഡ് വയനാട് ദുരിത സമയത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ അതെ, കണ്ടിട്ടുണ്ട്. അതിൽ നമുക്ക് വളരെയധികം അഭിമാനിക്കാം. ഒരു മനുഷ്യരോടുള്ള ആ ഒരു സ്നേഹം ഇത്രയധികം പ്രകടമാക്കുകയും സഹജീവികളെ കൂട്ടി നിർത്തുകയും മനുഷ്യരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഇത്തരം ഒരു നല്ല പ്രവർത്തനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. അപ്പം നോൺ ടീച്ചിങ് സ്റ്റാഫുകളോടുണ്ട്. ചേച്ചി ഇവിടെ വർഷമായിട്ട് ജോലി ചെയ്യുന്നല്ലേ? ഇപ്പൊ സ്കൂളൊക്കെ അടിപൊളിയായി. ഈ പിള്ളേരുടെ പ്രവർത്തനം എങ്ങനെയുണ്ട്? അവർ നല്ല ഇതാണ്, സഹകരിക്കാനൊക്കെ നല്ല പിള്ളേരെല്ലാവരും സഹാക്കന്മാരെല്ലാം നല്ലവരാണ്. എല്ലാവരും നല്ല ഇതിൽ. ഞാൻ 29 വർഷം ഇവിടെ വരുന്ന പിള്ളേരെല്ലാം അന്ന് തൊട്ടേ കാണാൻ തുടങ്ങിയതാണ്. 29. അപ്പോൾ ഇവരൊക്കെ കുഞ്ഞിലെ മുതൽ കാണാം എല്ലാവരും. അതെ വളർന്നു വന്നപ്പോൾ അതെ ഉണ്ട്. ഒരു അമ്മയുടെ സ്ഥാനമല്ലേ? അപ്പം കുട്ടികളോട് തന്നെ വീണ്ടും ഒന്നുകൂടെ ചോദിക്കാം, അടിപൊളിയായോ നിങ്ങളുടെ സ്കൂള്? സ്കൂൾ ഇഷ്ടപ്പെട്ടോ അവരെ? ഇതാരാ ചെയ്ത് തന്നെ? DYFയിലെ ചേട്ടന്മാരല്ലേ? ഓക്കെ. എന്തായാലും DYFയുടെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, ബ്ലോക്ക് സെക്രട്ടറി രാജീവ് ഉൾപ്പെടെ ഉണ്ട്. രാജീവേ, ഇവരൊക്കെ പറയുന്നത് കേട്ടോ, അഭിമാനമുണ്ടോ ഇപ്പോൾ ഈ നിമിഷം? അഭിമാനമുള്ള നിമിഷം തന്നെയാണ്. കാരണം ഈ നാട്ടിലെ ഇതുപോലെയുള്ള എല്ലാ പ്രവർത്തനത്തിലും DYFI ഉണ്ട്. DYFI ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഈ നാടിന് വേറൊരു ചിന്തയില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. പക്ഷേ ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ ഇടപെടിയിൽ, ഇപ്പം ഞങ്ങൾക്ക് മുൻപുള്ളവരുടെ ഇടപെടിയിൽ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ ടീച്ചർമാരെ സംബന്ധിച്ച് ഈ സ്കൂളിൽ എന്താവശ്യമുണ്ടെങ്കിലും, അത് പഠനോപകരണ വിതരണമാണെങ്കിലും ഇത്തരം കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ സഹായിക്കുവാൻ ഞങ്ങളുണ്ട് എന്നുള്ള വലിയൊരു വിശ്വാസം. ആ വിശ്വാസം ഞങ്ങൾ അതേ മാതൃകയിൽ തന്നെ തിരിച്ചു നൽകുന്നുണ്ട്.
ബി നിസാം ചോദിച്ചു ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി. നമ്മളിപ്പോൾ നിരന്തരം നിസാമിൻ്റെ ഒരു ബൈക്കിലേക്ക് പോകുന്നുണ്ട്. നിസാമേ, അത് നിരന്തരം വരാൻ കാരണം നിരന്തരം പരിപാടിയാണ് ഡിവൈഎഫ്ഐയുടെ പത്തനംതിട്ട ജില്ലയിലെ. ഇപ്പോൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ കോന്നിയിൽ സ്കൂൾ പെയിൻറ്റ് അടിച്ചു കൊടുത്തു, 3-4 ലക്ഷം രൂപ മുടക്കി. ഇവിടെ ഇത് പെയിൻറ്റ് അടിച്ച്, ഇത് പെയിൻറ്റിങ് മാത്രമല്ല സ്കൂളിൻ്റെ തകരാറൊക്കെ പരിഹരിച്ചുകൊണ്ട് കെട്ടിടത്തിൻ്റെ ഒക്കെ നടത്തുന്നു, പഠനോപകരണം. ജില്ലയിൽ ഈ പ്രാവശ്യം എന്തൊക്കെയാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ചെയ്ത്? വള്ളംകുളം മേഖലാ കമ്മിറ്റി ഇതൊരു എയ്ഡഡ് സ്കൂളാണ്. 85 വർഷം മുമ്പ് ആരംഭിച്ചൊരു സ്കൂളാണ്. വള്ളംകുളത്തെ മേഖലാ കമ്മിറ്റി വളരെ മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കോന്നിയിൽ ഒരു ഗവൺമെൻറ് സ്കൂൾ ചെയ്തത് നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. ആ സ്കൂൾ നവീകരിച്ചു. അതേ മോഡൽ തന്നെയാണ് ഈ വള്ളംകുളത്തെ ഈ LP സ്കൂൾ നവീകരണം നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇതൊരു മാതൃകാപരമായ പ്രവൃത്തിയാണ്. ഇതൊരു ഒറ്റപ്പെട്ട പ്രവൃത്തിയായിട്ടല്ല ഡിവൈഎഫ്ഐ. ജില്ലയിലാകെ തന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളുകളാകെ വൃത്തിയാക്കുന്നു. പുതിയ കൂട്ടുകാർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഇപ്പോൾ നിരവധി സ്കൂളിൽ ജില്ലയിലെ ഏതാണ്ട് ഒരു 90% സ്കൂളുകളിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠനോപകരണങ്ങളും പഠന സഹായ കേന്ദ്രങ്ങളും ഒക്കെ ഡിവൈഎഫ്ഐ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു മാതൃകാപരമായ പ്രവൃത്തിയായി ഡിവൈഎഫ്ഐ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നും നിരവധിയായ പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ ഈ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു. അപ്പോൾ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ജില്ലയിൽ വ്യാപകമായി ഇങ്ങനെ ഡിവൈഎഫ്ഐ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വള്ളംകുളം മേഖലാ കമ്മിറ്റി ഈ സ്കൂൾ നവീകരണം മാത്രമല്ല, അവർ പഠനോപകരണ വിതരണവും വലിയ തോതിൽ തന്നെ സംഘടിപ്പിച്ചു. ഇവരും ജില്ലയിലാകെ ഡിവൈഎഫ്ഐക്ക് അഭിമാനിക്കാവുന്ന നിലയിലാണ് ഈ അധ്യയന വർഷത്തിൽ പുതിയ കൂട്ടുകാരെ സ്വീകരിക്കുന്നതിലും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിലും ഡിവൈഎഫ്ഐ നടത്തുന്ന പ്രവർത്തനം. ഈ മഴക്കാലത്തൊക്കെ എനിക്ക് വന്ന രക്ഷാപ്രവർത്തനത്തിൽ മുന്നിട്ടിറങ്ങി. അതെ, ഒരു കാര്യത്തിലും ഡിവൈഎഫ്ഐ മാറി നിൽക്കുന്നില്ല. നാട്ടുകാർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഡിവൈഎഫ്ഐ സജീവമായ രംഗത്തുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ തന്നെ വാർത്ത ചെയ്തതാണ്, ഡിവൈഎഫ്ഐ 2 മാസം മുമ്പ് പന്തളത്തൊരു വലിയ തോട് നവീകരണം നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് ഇപ്പോൾ ഈ മഴക്കാലത്താണ് മനസ്സിലായത്. അവിടുത്തെ നാട്ടുകാർ വെള്ളപ്പൊക്കമില്ലാത്തൊരു മഴക്കാലം ആദ്യമായിട്ടാണ് അവർ ഇപ്പോൾ കാണുന്നത്. വലിയ സന്തോഷമുണ്ട്. ഡിവൈഎഫ്ഐ കൂടുതൽ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ഏറ്റെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ചേട്ടൻ വലിയ കാര്യമാണ്. മക്കളെ, ഡിവൈഎഫ്ഐ ചേട്ടന്മാർ പൊളിയാണോ? അടിപൊളിയാണോ? അതാണ് ഈ ഡിവൈഎഫ്ഐയിലെ പത്തനംതിട്ടയിലെ സുഹൃത്തുക്കൾ. ഇവരെല്ലാം നാടിൻ്റെ യുവജനതയാണ്. അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. സ്കൂളിൽ നിന്ന് ക്യാമറാമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജുറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.